വെള്ളം തിളച്ചോന്ന് നോക്കാം കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോന്ന് നോക്കട്ടെ. ഉപ്പുണ്ടോന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകി വാരി വെച്ച അരി 1 കിലോ അരിയാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇളക്കി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് തിളയ്ക്കുന്നിടം വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കുക. തിള വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വേവിച്ചെടുക്കാം. അപ്പൊ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2-3 സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ചോറിന്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് മൊത്തം ഒന്ന് ദം ചെയ്ത് വെക്കാം. നമുക്ക് കുറച്ച് പാലെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി കലക്കിയതാട്ടോ. അതിൻ്റെ അകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നാലല്ലേ ചോറിനൊരു മഞ്ഞ കളർ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഉള്ളി ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഉള്ളി ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ അത് ഇട്ട് കൊടുത്തു. മുകളിലേക്ക് ഇത്തിരി മല്ലിച്ചപ്പ് ഇത് ഇട്ടിട്ട് അടച്ചു വെച്ച് ആവി വരുന്നിടം വരെ വെക്കണം കേട്ടോ. അത് നുള്ളു ഗരം മസാലയും കൂടെ വിതറി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ആവി കയറട്ടെ. അപ്പം നമ്മളിതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ നന്നായിട്ട് ദമ്മായിട്ടുണ്ടാവും കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബീഫ് കുറുമ അല്ല മറ്റേ ചിക്കൻ, ഞാനിന്ന് ചിക്കനാണ് ആക്കിയിരിക്കുന്നത്. എല്ലാം കൂടെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റൂലല്ലോ. അപ്പോൾ ചിക്കനും ബിരിയാണി റൈസും, അപ്പം അതാണ് ഇന്നത്തെ വിഭവം. അപ്പം നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ.